ഓട്ടോകാഡിൽ എങ്ങനെയാണ് ഐസോമെട്രിക് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐസോമെട്രിക് ഡ്രോയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. DS എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ഇവിടെ നിന്നാണെങ്കിലും സ്നാപ്പ് സെറ്റിംഗ്സ് എടുത്തിട്ട് ഈ ഒരു സ്നാപ്പ് ടൈപ്പ് സ്നാപ്പ് ആൻഡ് ഗ്രിഡിന്റെ അണ്ടറിൽ സ്നാപ്പ് ടൈപ്പ് ഐസോമെട്രിക് സ്നാപ്പ് ആക്കിയിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഗ്രിഡ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓർത്തോ മോഡ് ഓൺ ആക്കിയിടാം. ഒരു ക്യൂബാണ് വരയ്ക്കുന്നത്. അപ്പൊ ലൈൻ വെച്ച് വരയ്ക്കാൻ വേണ്ടി ലൈൻ കമാൻഡ് ഇവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. എത്രയാണ് മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 10 കൊടുത്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. അടുത്ത ലൈൻ വരയ്ക്കേണ്ട ഓറിയന്റേഷൻ ഇങ്ങനെയാണ് മാറുന്നത്. ഈ ഒരു ഓറിയന്റേഷനിലേക്കല്ല വേണ്ടത്. ഓറിയന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് F5 ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+E. ഇനി വീണ്ടും ഡൈമെൻഷൻസ് ആഡ് ചെയ്യാം, എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുക, ഡൈമെൻഷൻ ആഡ് ചെയ്യുക. ഇനി ഇത് ഫുൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇവിടേക്കും ഒരു 30 ആഡ് ചെയ്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്യാനായിട്ടുണ്ട്, അപ്പൊ അതും കൂടി കണക്ട് ചെയ്തു. വീണ്ടും എൻ്റർ ആഡ് ചെയ്തു. അടുത്തതും ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. Ctrl+E, ഓറിയന്റേഷൻ മാറ്റി 30x30 ഫുള്ള് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത ലൈൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ക്യൂബ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ ഐസോമെട്രിക് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ സർക്കിള് ഷേപ്പ് ആണ് വേണ്ടത്. ഒരു ഹോൾ അങ്ങനെയൊക്കെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ എലിപ്സ് കമാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. എലിപ്സ് എടുത്തതിന് ശേഷം ഇതിൽ ഐസോ സർക്കിൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. എന്നിട്ട് സർക്കിളിന്റെ സെന്റർ എവിടെയാണോ വേണ്ടത് ആ സെന്റർ സ്പെസിഫൈ ചെയ്യാം. ഈ ഒരു പോയിന്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. റേഡിയസ് ഇങ്ങനെയാണ് വേണ്ടത്, അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോള് പോലെ ക്രിയേറ്റ് ചെയ്യാം. എവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ എലിപ്സ് എടുത്തു, ഐസോ സർക്കിൾ എടുക്കുക, സെന്റർ സ്പെസിഫൈ ചെയ്യുക. വരയ്ക്കുമ്പോൾ Ctrl+E ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെയും ഓറിയന്റേഷൻ എങ്ങനെയാണോ മാറ്റുന്നത് അതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം.